കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മഴയായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ തന്നെ മഴയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ഇവിടുന്നോ ഒരു മടി കയറി വരാനുണ്ട്. പക്ഷേ ആ മടി മാറ്റാനുള്ള കുറച്ച് പരിപാടീസ് നമുക്കിന്ന് കാണാം. ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്. ഈ ക്യാൻഡിൽ വാങ്ങിയിട്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കത്തിക്കുകയാണ്, അത് വേറെ കാര്യം. ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ടൊന്ന് ഫ്രഷ് എയറിനെ കയറ്റാം. അതിനെന്താ ചെയ്യുക, എയറിന് കയറാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതായത് ആ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിടുക. അതന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സാറ്റളിക്കണ പോലെയാണ് കേട്ടോ സൂര്യൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് എത്തി നോക്കിയിട്ട് മൂപ്പര് എങ്ങോട്ടോ പോവും. അതുപോലെ ഒരു എത്തിനോട്ടാണ് ഇതും. പക്ഷെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആകാശം കാണാനുള്ള ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത്. അവിടെ പല ഷേപ്പും ആകൃതിയൊക്കെ തോന്നാറുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡോ ഡ്രിങ്കോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. റീസെൻ്റ്ലി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ കോഫി. സോ നമുക്കൊരു ചൈനീസ് കോഫി ഉണ്ടാക്കാം. ചൈനീസ് കോഫി ഞാൻ ഇപ്പോൾ ഇട്ട പേരാണ് കേട്ടോ, കാരണം ദിസ് കോഫി പൗഡർ ഫ്രം ചൈന. ഇനി ഇതല്ലാണ്ട് അങ്ങനെ ഒരു കോഫി ശരിക്കും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ കപ്പ് കണ്ടിട്ട് നിങ്ങൾ വേറെ കപ്പൊന്നും ഇവിടെ ഇല്ലേന്ന് വിചാരിക്കരുത്. ആക്ച്വലി ആ പൊട്ടിയത് ഇത്ര ബോറായിട്ട് കാണുന്നുണ്ടെന്നുള്ളത് ഞാൻ വോയിസ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് പുതിയ വീട്ടിലോട്ട് മാറിയത്. ആ വീടിന്റെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ കപ്പാണ് ഇത്. ഒരു സെറ്റ് 6 ആയിരുന്നു എന്ന് തോന്നുന്നു, പക്ഷേ പൊട്ടി ഇനി ഇതന്നെ ഉള്ളൂ. ആൻഡ് ഇതിലും പൊട്ടി. പക്ഷേ ഇതൊരു ഓർമ്മക്കായിട്ട് ഉമ്മ എടുത്തു വെച്ചതായിരുന്നു. അത് ഞാൻ ഡ്രസ് മേക്ക് ഓവർ ചെയ്തപ്പോൾ വിന്റേജ് ലുക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. കോഫി മാത്രം എങ്ങനെ കുടിക്കുക, സൈഡ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? ബൈ ദ വേ, ഇന്ന് നമ്മൾ മൊത്തം ചൈനീസ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പേരെന്താന്ന് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, കാരണം പേരൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ നോക്കി, ഇതിന്റെ എവിടെയും കാണുന്നില്ല. ആ ചൈനീസ് ചിഹ്നങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടെന്നല്ലാണ്ട് ഒന്നുമേ ഇല്ല. പിന്നെ പറഞ്ഞുതരാൻ പറ്റുന്നത് ടേസ്റ്റിൽ ഏകദേശം ഒരാളെ പോലെ വരും. അതായത് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു തേങ്ങൻ്റെ മിഠായി ഉണ്ട്, നടുവിൽ ചെറിയൊക്കെ വെച്ചിട്ട്. ആ ഒരു സംഭവത്തിൽ മധുരം കുറവായ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഈ ഒരു സംഭവം. ഇനി എന്താ, ഇതങ്ങോട്ട് എടുക്കുക, കോഫിയിൽ മുക്കുക, കഴിക്കുക. അന്തസ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ആ മടി ഉണ്ടല്ലോ, അതൊക്കെ ഈ ചൂട് കോഫി എടുക്കുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് പോകട്ടോ. പിന്നെ ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ഷെയർ കൂടാൻ ഇവിടെ ആൾക്കാർ കുറവൊന്നുമില്ല. വേറെ ആരുമല്ല, നമ്മൾ പ്രൊഡക്റ്റ് തന്നെ. പക്ഷെ പറയാണ്ട് നിൽക്കാൻ വയ്യ, ഇഷ്ടപ്പെട്ട അവന് കൈകൊണ്ട് കാണിക്കുന്ന ഈ ഒരു സംഭവമല്ലേ, അത് കാണുമ്പോൾ മനസ്സങ്ങോട്ട് നിറയും കേട്ടോ. അവന് വയറ് നിറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറയും, അത്ര തന്നെ. പിന്നെ നമ്മൾ എണീറ്റ പറ്റുവാണെങ്കിൽ അപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പെട്ട് റെഡിയാക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് എണീക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ, കാരണം ബിഷ്രു എണീക്കണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അവനെ എണീറ്റിട്ട് അവന് ഫുഡ് കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ ചിലപ്പോൾ റെഡിയാക്കാറുള്ളത്. പണ്ടെങ്ങാണ്ട് പേളിമാടിയുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നു, പണ്ടത്തെ ഒരു വീഡിയോ കണ്ടതാണ്, അതുകൊണ്ടാണ് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അവൾ പറയുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് എണീറ്റാൽ ഒരു ഡേയിൽ ഫസ്റ്റ് ചെയ്യേണ്ട ജോബാണ് നമ്മളെ ബെഡ് റെഡിയാക്കുക എന്നുള്ളത്. കാരണം അത് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്തു, എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു ഫീലും, അതുപോലെ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളൊരു ഉന്മേഷത്തോടെ നമ്മൾ അന്നത്തെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് സത്യം തന്നെ ആണെന്ന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാത്തവരൊക്കെ ചെയ്യണം, ഓക്കെ. പിന്നെ ഞാൻ മൈൻഡ് കൂളാക്കാൻ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ചെടികൾ. കുറേ ഒന്നുമില്ലെങ്കിലും ഇവർക്ക് വെള്ളം നനച്ചു കൊടുക്കാനും ആ വാടി ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഉന്മേഷമാണ് കേട്ടോ. എന്നൊന്നും വെള്ളം ഒഴിച്ചെടുക്കലൊന്നുമില്ല, അങ്ങനത്തെ ചെറിയ മടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഞാൻ പറ്റുമ്പോഴൊക്കെ നോക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിലും ആ ഹരിതാപം പച്ചപ്പൊക്കെ തരുന്നൊരു സന്തോഷം അത് വേറെയാണ്. ഇനി നമുക്ക് ഒരു ജേണൽ ചെയ്യാം. കെട്ടിപ്പൊട്ടിയ ഭാണ്ഡപ്പെട്ടി തുറക്കാൻ പോകുന്നത് പോലെയാണ് ഞാൻ ഈ അലമാര തുറക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് ഫുൾ എൻ്റെ ആക്രിമാക്രി സാധനങ്ങളാണ്. അപ്പോൾ വീഡിയോ സെറ്റിൽ കുറഞ്ഞതോടെ ഈ അലമാര ഞാൻ അങ്ങനെ തുറക്കാറില്ല. ആൻഡ് ജേണലിങ്ങും പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു വല്ലാത്ത പൂതി. പിന്നെ എനിക്കൊരു സങ്കടമായിട്ടുള്ള കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഡേസ് മേക്ക് ഓവർ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ വാളിൽ ഐസ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഐസ്റ്റിക്ക് മൊത്തം കേട് വന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ വാളിൽ കാണുന്ന ഐസ്റ്റിക്കൊക്കെ കേട് വന്നിട്ടുണ്ട്. ഈ പായൽ പൂപ്പല അങ്ങനെയൊക്കെ വരുന്നു അറിയാമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറിച്ച് കളഞ്ഞിട്ടില്ല, ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ആൻഡ് ഈ ജേണലിനെ പറ്റി സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. 2 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ജേണൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈദ് ഔട്ട്ഫിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആ ഒരു എന്താ പറയുക ഷോപ്പിംഗ് ബാഗ്, ഒരു വൈറ്റ് ബാഗും ഒന്നൊരു ആഷ് കളറിലായിരുന്നു കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ കവർ, അതായത് ആ കവർ രണ്ടും ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം കൊള്ളാലോ, ഈ കോംബോ ഒരു ജേണൽ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി, അങ്ങനെ എടുത്ത് പോകുന്നതാണ്. സോ ആദ്യം ഇതിന്ന് വേണ്ട പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ ഷേപ്പിൽ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ മെയിനായിട്ട് അതിൽ എഴുതിയതൊന്നും കുറേയൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഷോപ്പിൻ്റെ പേരല്ലേ ഉണ്ടാവുള്ളൂ. ഡോട്ട്സ് എന്നായിരുന്നു ഒന്നിൻ്റെ, മറ്റേതെന്തോ മെൻ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഗീവ് അവൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വിന്നർ എന്നെ കോൺടാക്ട് ചെയ്തു, സെക്കൻഡ് വിന്നർ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആൾ എന്തായാലും എത്രയും പെട്ടെന്നൊന്ന് മെയിൽ അയക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതിന് വേറൊരു വിന്നറിനെ സെലക്ട് ആക്കേണ്ടി വരും.
ദാണ്ടടാ വീണ്ടും ഒരു ചൈനീസ്. ഇത് ചൈനീസ് തന്നെ അല്ലേ? എന്തായാലും എനിക്കറിയാത്ത ഏതോ ഭാഷയാണ്, അത് മാത്രം മനസ്സിലായി. സോ ആ ഒരു സംഭവം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ വേറെ കട്ടാക്കിയില്ല, അത് ഒറ്റ പീസാക്കിയിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ആ ആഷ് കളർ ബാഗിൽ നിന്ന് ഞാൻ ആ എഴുതിയതൊക്കെ കട്ട് ചെയ്തു. ഇനി ഈ വൈറ്റ് ബാഗിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്കിലും ഒരു ഡയമണ്ട് പ്രിസം അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് മീൻസ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ മെൻ്റെ എന്നുള്ളതും കൂടെ നമുക്ക് വേണം, അതാണ് ഞാനിപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. സോ ഞാനത് ഓരോന്നും വേറെ വേറെ ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പം ചെറിയൊരു വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തത്, ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഫ്രണ്ട് പോർഷനിലുള്ളത് എല്ലാതും ഞാൻ ഇതുപോലെ വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ മേക്ക് ഓവർ നമ്മൾ തന്നെ ചെയ്തതാണ്. അത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോക്കണേ. ഞാൻ ചെയ്ത ജേണലൊക്കെ കൂടിയിട്ട് ഒരു ഷോർട്സ് ചെയ്തപ്പം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ് ത്രൂ ചെയ്യുമോയെന്ന്. അങ്ങനെ ഫ്ലിപ്പ് ത്രൂ ചെയ്യാൻ മാത്രം ജേണൽസൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അതും പല പല ബുക്സിലാണ്, അതാണ് ഉള്ള മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു ബുക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ചിലതിൽ ഒരു പേജ്, ചിലതിൽ കുറച്ചുണ്ടാവും, അങ്ങനെയൊക്കെയാണ് ഓരോ ബുക്സും. അതുമല്ല ചെയ്തത് ചിലതൊക്കെ ബിഷ്രു കീറി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കംപ്ലീറ്റ് അല്ലാത്ത പോലെ അല്ലെങ്കിൽ നീറ്റ് അല്ലാണ്ട് കിടക്കുന്ന കുറച്ചുണ്ട്. ആൻഡ് ഈ ഒരു ജേണൽ ബുക്കിനെ പറഞ്ഞാൽ അത് ജേണൽ ബുക്ക് എന്നല്ല, ഇങ്ങനൊരു ബുക്ക് ഞാൻ ഒരു ബുക്ക് സ്റ്റോളിൽ വേറെ എന്തിനോ പോയപ്പം കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് ഞാൻ മേക്ക് ഓവർ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലുള്ള ജേണൽസ് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേജ് ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. പിന്നെ ഇതിലൊരു 1K ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇതൊക്കെ കേട് വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തതിൽ എൻ്റെ ഫേവറേറ്റ് ജേണലാണ് ഈ ഒരു സൺഫ്ലവർ തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല എന്തോ ഒരു സന്തോഷമാണിത് കാണുമ്പോൾ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ പ്ലാൻ ചെയ്തതൊന്നല്ലായിരുന്നു, അപ്പോൾ തോന്നിയത് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു കുറച്ച് ഭംഗിയുള്ള പോലെ തോന്നി. പിന്നെ ഇതെന്ന് പറഞ്ഞത് ഒരു സ്കൈ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനൊരു തീമിൽ ചെയ്തതാണ്. പിന്നെ വന്നിട്ട് റമദാൻ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒരാളുടെ പേര് വെച്ചിട്ട് ചെയ്തതായിരുന്നു, ജസ്റ്റ് ഒരു ക്യൂട്ട് ജേണൽ എന്നുള്ള പോലെ. പിന്നുള്ളത് നമ്മുടെ ആനിവേഴ്സറി, 4th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു സ്പെഷ്യൽ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ റെയിൻബോ തീം ജേണലാണ് കേട്ടോ. അതിൽ ഈ ഒരു പേജ്, ഈ ഫസ്റ്റ് പേജ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കളർ കൊടുത്തിട്ട് അവിടെ എഴുതിയതും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പേജിൽ ആ ഒരു പിക്ചർ ഒട്ടിച്ചത് വലിയ ഇഷ്ടമായില്ല, അത് അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോഴും, എന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ആ പേജ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു സ്ട്രോബെറി തീം ജേണൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രോബെറീസ് എഴുതിയത് അതുപോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ഞാൻ ഒരു ഗ്രിഡ്, ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിലുള്ള പോർഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെന്താ തല കുത്തനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു വിൻറ്റേജ് തീമിൽ ചെയ്തതാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഇത് പിന്നെ ഒരു ഡെയിലി ജേണലാണ്, ആ നേരത്തെ കണ്ടത്. അത്രേന്നെ ഉള്ളൂ കേട്ടോ ഈ ബുക്കിൽ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇനി നേരം കളയണ്ട, നമുക്ക് ഇന്നത്തെ ജേണൽ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാകാത്ത ഭാഷയിലുള്ള ആ ഒരു മുതലുണ്ടല്ലോ, അതിനതാ ഒരു പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു സെപ്പറേറ്റ് ആക്കണം, പിന്നെ തോന്നി അത് വേണ്ട, ഒറ്റ പീസ് തന്നെ ആക്കാമെന്ന്. അപ്പോൾ ഞാൻ ബുക്കിൽ സൈസ് നോക്കുകയാണ് കേട്ടോ, അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു അളവൊക്കെ നോക്കിയിട്ടാണ് എഡ്ജൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് മാത്രം ഒട്ടിക്കുമ്പം ആ നോട്ട്ബുക്കിൻ്റെ പേജിനും നമ്മളെടുത്ത കവറിൻ്റെ പേജിനും നല്ല മാറ്റമുണ്ട്, ആ വൈറ്റിൽ ചേഞ്ച് ഉണ്ട്. അപ്പം നോട്ട്ബുക്കിൻ്റെ പേജിലെ വൈറ്റിലോട്ട് അത് മാച്ച് ആവണില്ല. അതുകൊണ്ട് ഞാൻ ആ മറ്റേ ബാഗിൽ നിന്ന് ഒരു വൈറ്റ് പോർഷൻ കട്ട് ചെയ്തിട്ട് അത് ഒരു സൈഡിലൊട്ടിച്ച് മറ്റേ സൈഡിൽ ആ ഗ്രേ ഷീറ്റ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. വല്ലതും മനസ്സിലായോ? പ്രശ്നമാക്കേണ്ട, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നോം എന്താ ഉദ്ദേശിച്ചതെന്ന് ശരിക്കും മനസ്സിലാവും. പിന്നെ പറയാനുള്ളത് ഈ ഒരു ഗ്ലൂവിനെ പറ്റിയാണ്. സംഭവം അടിപൊളിയാണ്. പേപ്പർ ഗ്ലൂ ആണ് ആള്. ഇപ്പം എല്ലാ ഷോപ്പിലും, മിക്ക ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇത് സൗദി പ്രൊഡക്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ പല സൈസിലും നമ്മളവിടെ തന്നെ കിട്ടാനുണ്ട്. അപ്പം അതുണ്ടെന്നുണ്ടെങ്കിൽ ജേണൽ ചെയ്യാൻ വളരെ സുഖമായിരിക്കും. ജേണൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈ ഫെവിക്കോളൊക്കെ ആകുമ്പം അത് ഒട്ടിക്കിട്ടാനും കുറച്ച് സമയമെടുക്കും. അതുപോലെ നമ്മുടെ കയ്യിലായ പിന്നെ കയ്യിൽ വേറെ പേപ്പർ ഒട്ടലും അല്ലാണ്ട് വേറെ പേപ്പർ ഒട്ടലും ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ പരിപാടീസ് ഒന്നും ഇതിനില്ല കേട്ടോ. അപ്പം നമ്മളിതാ ആ 2 പേപ്പറും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ആ വൈറ്റുള്ള ബ്ലബ്ലല്ല ആ വൈറ്റുള്ള ഭാഗം ബ്ലാങ്ക് ആയി കിടക്കുന്നു എന്ന് തോന്നിയപ്പം ഞാനിതാ ഈ ഷേപ്സ് ഒന്ന് 2 എടുത്തിട്ട് ഒന്ന് താഴെയും ഒന്ന് മേലെ ഒട്ടിച്ചു. അപ്പോൾ അതിൻ്റെ സെൻറ്ററും ബ്ലാങ്ക് ആയി തോന്നി. അപ്പോൾ അതിൽ ഒന്ന് മാത്രം ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ ഷെയ്ഡുള്ള സാധനം തന്നെ ഞാൻ നടുവിലും കൂടെ ഒട്ടിച്ചു. സോ നെക്സ്റ്റ് പേജ് ചെയ്യാം. അതിന് ഞാൻ ഈ ആഷ് കവറിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കുകയാണ്. അത് ഞാൻ ഈ വള്ളിയൊക്കെ ഒന്ന് ഒട്ടിച്ചാലെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം ആ വള്ളി അതിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തിന് പൊങ്ങലുണ്ട്. അപ്പോൾ ചില ബുക്ക് ആക്കാനൊന്നും കഴിയൂല, പിന്നെ അത് പോരലൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ആ വള്ളി മാറ്റിയിട്ട് ഈ ഒരു പോർഷൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിലൊരു സ്കാനർ പോർഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സൈസൊക്കെ നോക്കിയിട്ട് ഈ വള്ളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു വൈറ്റ് ബാഗിൻ്റെ ഷോപ്പിൻ്റെ പേര് മെൻഡ് എന്നായിരുന്നല്ലോ. അപ്പോൾ അതവിടെ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. അതിന് ഞാനിതാ ഓരോ പീസും ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും ഒരു ചെറിയൊരു ഔട്ട്ലൈൻ വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ആൻഡ് സെയിം പ്രോസസ്സ് മറ്റേ ആഷ് കളർ ബാഗിൽ ടോഡ്സ് എന്നായിരുന്നു ആ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ആദ്യത്തെ ലെറ്റേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഔട്ട്ലൈൻ വിട്ടിട്ട്. ഇനി നമുക്ക് ഈ ലെറ്റേഴ്സൊക്കെ ഈ പേജിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പം റാൻഡമായിട്ട് അവിടെ എവിടെയൊക്കെ ഒട്ടിക്കുക. ഒരേപോലെ ഒട്ടിച്ചാൽ പ്രത്യേകിച്ചൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഭംഗി ഉണ്ടാവും നമ്മളൊരു മീനിങ് ഫുൾ വേർഡാണ് ഒട്ടിക്കുന്നതെങ്കിൽ. ഇതിപ്പം ഒരു ഷോപ്പിൻ്റെ പേരല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണം കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള നോട്ടിൻ്റെ പേജിൽ ഞാൻ ആ ടോഡ്സ് എന്ന് കട്ട് ചെയ്തതിൽ ടിയും ഓയും എസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആ 3 ലെറ്റേഴ്സിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് വലിയ സൈസായിരുന്നു. അപ്പോൾ സ്മോൾ ലെറ്റർ ടി ഞാൻ കട്ട് ചെയ്തത് ശരിയായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐസായിട്ട് അതിനെ ഒഴിവാക്കി ആ 3 ലെറ്റേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പലരും പറയാറുണ്ട് ജേണലിങ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ജേണൽ സപ്ലൈസ് ഒന്നുമില്ലാന്ന്. അങ്ങനെ പറയുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ ഐഡിയ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആക്ച്വലി ഒരു മോർണിംഗ് വ്ളോഗായിട്ട് തുടങ്ങിയതായിരുന്നു, പക്ഷേ ചെയ്ത് വന്നപ്പം ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. സോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.